Hi, welcome to Scarlet Media. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബക്കറ്റ് ചിക്കനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ മുളക് പൊടി, ഒരൽപ്പം കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറുനാരങ്ങ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിപ്പൊടി. ഇനി നേരത്തെ കഴുകി വൃത്തിയാക്കി ചിക്കൻ ഒന്ന് നന്നായി വരഞ്ഞെടുക്കാം. അധികം ആഴത്തിൽ വരണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വരഞ്ഞെടുത്താൽ മതി. നന്നായി വരഞ്ഞെടുത്താൽ മാത്രമേ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഉണ്ടാക്കുന്ന മസാല പിടിക്കത്തുള്ളൂ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച മസാലയൊക്കെ ഒന്ന് ചെറുനാരങ്ങ നീരിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടി ചേർത്തുകൊണ്ടാണ് നല്ല ചുവപ്പില്ലാത്തത് മസാലയ്ക്ക്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വരഞ്ഞ് മാറ്റി വെച്ച ചിക്കനിലേക്ക് നമ്മളുണ്ടാക്കിയ മസാല നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും നന്നായി തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉൾവശത്തും തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം.
ചിക്കൻ്റെ ഉൾഭാഗത്ത് നന്നായി നമ്മൾ ഉണ്ടാക്കിയ മസാല അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ചിക്കൻ്റെ ഉള്ളിൽ ഞാൻ കറുവപ്പട്ട ഇലയും കൂടെ വയ്ക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയാണ് ഇത് വയ്ക്കുന്നത്. ഇനി നമുക്കിതിനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമുള്ള കമ്പൊക്കെ റെഡിയാക്കിയിട്ട് വരാം. ഈ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പും വാഴയിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കമ്പിലേക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ഇറക്കി വെക്കാം. ചിക്കൻ്റെ കാല് രണ്ടും നന്നായി ഒരു കമ്പി ഉപയോഗിച്ച് ഒന്ന് കെട്ടി വെക്കാം. അല്ലെങ്കിൽ ചൂടാകുമ്പോൾ ചിലപ്പോൾ അത് വിട്ടു പോകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് ഇതിന് ബക്കറ്റ് കിട്ടിയില്ല, അപ്പോൾ നമ്മളൊരു പാത്രത്തിനുള്ളിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട വിറകൊക്കെ നമുക്ക് ചുറ്റിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് വെക്കുന്ന സമയത്ത് തന്നെ ഒരു മഴയുടെ ലക്ഷണമുണ്ട്. ചിലപ്പം മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിന് ചുറ്റിലൊന്ന് തീ പിടിപ്പിച്ചെടുക്കാം. വിറകൊക്കെ നന്നായി കത്തുന്നുണ്ട്. അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ കത്തിയാൽ മാത്രമേ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ വിറകൊക്കെ നന്നായി കത്തുന്നുണ്ട്. വിറകൊക്കെ നന്നായി കത്തി അമർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബക്കറ്റ് ഒന്ന് എടുത്ത് പാത്രം ആകെ ഒരു വശമൊക്കെ ചളിഞ്ഞു പോയായിരുന്നു. നന്നായി വെന്തിട്ടുണ്ട്. ഇനി എല്ലാവരും ഇത് വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റീൽ പാത്രം ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞങ്ങൾ ഉപയോഗിച്ച പാത്രം അലൂമിനിയം ആയതുകൊണ്ട് അത് ഒരു ഭാഗം അതിൻ്റെ ചെറിയൊരു ഹോളൊക്കെ വന്ന് പൊട്ടിപ്പോയായിരുന്നു.